അടുത്ത വർഷം നടക്കാനിരിക്കുന്ന ബീഹാർ നിയമസഭാ ഇലക്ഷൻ ചട്ടാ ഒപ്പീനിയൻ പോൾ സർവേ. ബീഹാറിലെ വിവിധ ജില്ലകളിൽ വിവിധ മുന്നണികൾക്ക് വിജയസാധ്യതയുള്ള സീറ്റുകൾ. ആദ്യത്തെ ജില്ല അരാരിയയാണ്. അരാരിയയിൽ 6 സീറ്റുകളാണുള്ളത്. 6 സീറ്റുകളിൽ 4 സീറ്റുകൾ വരെ JDU BJP സഖ്യവും 2 സീറ്റുകൾ വരെ RJD കോൺഗ്രസ് സഖ്യവും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല ദർഭംഗയാണ്. ദർഭംഗയിൽ 10 സീറ്റുകളാണുള്ളത്. 10 സീറ്റുകളിൽ 6 സീറ്റുകൾ വരെ BJP JDU സഖ്യവും 4 സീറ്റുകൾ വരെ RJD കോൺഗ്രസ് സഖ്യവും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല നവാഡയാണ്. നവാഡയിൽ 5 സീറ്റുകളാണുള്ളത്. 5 സീറ്റുകളിൽ 3 സീറ്റ് വരെ BJP JDU സഖ്യവും 2 സീറ്റുകൾ വരെ കോൺഗ്രസ് RJD സഖ്യവും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല സുപോളാണ്. സുപോളിൽ 5 സീറ്റുകളാണുള്ളത്. 5 സീറ്റുകളിൽ 2 സീറ്റ് വരെ BJP JDU സഖ്യവും 3 സീറ്റുകൾ വരെ RJD കോൺഗ്രസ് സഖ്യവും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല ഗയയാണ്. ഗയയിൽ 10 സീറ്റുകളാണുള്ളത്. 10 സീറ്റുകളിൽ 3 സീറ്റുകൾ വരെ BJP JDU സഖ്യവും 5 സീറ്റുകൾ വരെ കോൺഗ്രസ് RJD സഖ്യവും 2 സീറ്റ് വരെ മറ്റു കക്ഷികളും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല പട്നയാണ്. പട്നയിൽ 14 സീറ്റുകളാണുള്ളത്. 14 സീറ്റുകളിൽ 8 സീറ്റുകൾ വരെ BJP JDU സഖ്യവും 6 സീറ്റുകൾ വരെ കോൺഗ്രസ് RJD സഖ്യവും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല ശിവാനാണ്. ശിവാനിൽ 8 സീറ്റുകളാണുള്ളത്. 8 സീറ്റുകളിൽ 4 സീറ്റ് വരെ BJP JDU സഖ്യവും 4 സീറ്റ് വരെ കോൺഗ്രസ് RJD സഖ്യവും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല ഔറംഗാബാദാണ്. ഔറംഗാബാദിൽ 6 സീറ്റുകളാണുള്ളത്. 6 സീറ്റുകളിൽ 1 സീറ്റ് BJP JDU സഖ്യവും 4 സീറ്റുകൾ വരെ കോൺഗ്രസ് RJD സഖ്യവും 1 സീറ്റ് മറ്റു കക്ഷികളും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല ജാമുയിയാണ്. ജാമുയിൽ 4 സീറ്റുകളാണുള്ളത്. 4 സീറ്റുകളിൽ 1 സീറ്റ് BJP JDU സഖ്യവും 2 സീറ്റ് RJD കോൺഗ്രസ് സഖ്യവും 1 സീറ്റ് മറ്റു കക്ഷികളും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല പൂർണിയയാണ്. പൂർണിയയിൽ 7 സീറ്റുകളാണുള്ളത്. 7 സീറ്റുകളിൽ 2 സീറ്റ് വരെ BJP JDU സഖ്യവും 3 സീറ്റുകൾ വരെ RJD കോൺഗ്രസ് സഖ്യവും 2 സീറ്റ് മറ്റു കക്ഷികളും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല വൈശാലിയാണ്. വൈശാലിയിൽ 8 സീറ്റുകളാണുള്ളത്. 8 സീറ്റുകളിൽ 3 സീറ്റുകൾ വരെ BJP JDU സഖ്യവും 5 സീറ്റുകൾ വരെ കോൺഗ്രസ് RJD സഖ്യവും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല ബാഗയാണ്. ബാഗയിൽ 5 സീറ്റുകളാണുള്ളത്. 5 സീറ്റുകളിൽ 2 സീറ്റ് വരെ BJP JDU സഖ്യവും 2 സീറ്റ് വരെ കോൺഗ്രസ് RJD സഖ്യവും 1 സീറ്റ് മറ്റു കക്ഷികളും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല ഗഗാരിയാണ്. ഗഗാരിയിൽ 3 സീറ്റുകളാണുള്ളത്. 3 സീറ്റുകളിൽ BJP സഖ്യത്തിന് സീറ്റുകൾ നേടാൻ സാധ്യതയില്ല. കോൺഗ്രസ് RJD സഖ്യം 2 സീറ്റും മറ്റുള്ളവർ 1 സീറ്റും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല സീതാമർഹിയാണ്. സീതാമർഹിയിൽ 8 സീറ്റുകളാണുള്ളത്. 8 സീറ്റുകളിൽ 3 സീറ്റുകൾ വരെ BJP JDU സഖ്യവും 5 സീറ്റുകൾ വരെ RJD കോൺഗ്രസ് സഖ്യവും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല ബഗുസരായിയാണ്. ബഗുസരായിൽ 7 സീറ്റുകളാണുള്ളത്. 7 സീറ്റുകളിൽ 4 സീറ്റുകൾ വരെ BJP JDU സഖ്യവും 3 സീറ്റുകൾ വരെ കോൺഗ്രസ് RJD സഖ്യവും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല കൈമൂറാണ്. കൈമൂറിൽ 4 സീറ്റുകളാണുള്ളത്. 4 സീറ്റുകളിൽ 1 സീറ്റ് BJP സഖ്യവും 3 സീറ്റ് കോൺഗ്രസ് RJD സഖ്യവും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല ലഖിസറായിയാണ്. ലഖിസറായിൽ 2 സീറ്റുകളാണുള്ളത്. 2 സീറ്റുകളിൽ 1 സീറ്റ് BJP JDU സഖ്യവും 1 സീറ്റ് കോൺഗ്രസ് RJD സഖ്യവും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല കതിഹാറാണ്. കതിഹാറിൽ 7 സീറ്റുകളാണുള്ളത്. 7 സീറ്റുകളിൽ 2 സീറ്റുകൾ വരെ BJP JDU സഖ്യവും 5 സീറ്റുകൾ വരെ കോൺഗ്രസ് RJD സഖ്യവും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല ഭഗൽപൂരാണ്. ഭഗൽപൂരിൽ 7 സീറ്റുകളാണുള്ളത്. 7 സീറ്റുകളിൽ 1 സീറ്റ് BJP JDU സഖ്യവും 4 സീറ്റുകൾ വരെ കോൺഗ്രസ് RJD സഖ്യവും 2 സീറ്റ് മറ്റു കക്ഷികളും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല മധുബനിയാണ്. മധുബനിയിൽ 10 സീറ്റുകളാണുള്ളത്. 10 സീറ്റുകളിൽ 6 സീറ്റുകൾ വരെ BJP JDU സഖ്യവും 4 സീറ്റുകൾ വരെ കോൺഗ്രസ് RJD സഖ്യവും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല ശിവറാണ്. ശിവറിൽ 1 സീറ്റാണുള്ളത്. ആ 1 സീറ്റ്
BJP-JDU സഖ്യം നേടാനാണ് സാധ്യത. കോൺഗ്രസ് സഖ്യത്തിനോ മറ്റ് കക്ഷികൾക്കോ അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല. അടുത്ത ജില്ല ഭോജ്പൂരാണ്. ഭോജ്പൂരിൽ 7 സീറ്റുകളാണുള്ളത്. 7 സീറ്റുകളിൽ 4 സീറ്റുകൾ വരെ BJP-JDU സഖ്യവും 3 സീറ്റുകൾ വരെ കോൺഗ്രസ് RJD സഖ്യവും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല മുൻഗറാണ്. മുൻഗറിൽ 3 സീറ്റുകളാണുള്ളത്. 3 സീറ്റുകളിൽ 1 സീറ്റ് BJP-JDU സഖ്യവും 2 സീറ്റ് വരെ കോൺഗ്രസ് RJD സഖ്യവും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല റോഹ്താസ് ആണ്. റോഹ്താസിൽ 7 സീറ്റുകളാണുള്ളത്. 7 സീറ്റുകളിൽ 2 സീറ്റുകൾ വരെ BJP-JDU സഖ്യവും 5 സീറ്റുകൾ വരെ കോൺഗ്രസ് RJD സഖ്യവും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല സർഹാസയാണ്. സർഹാസയിൽ 7 സീറ്റുകളാണുള്ളത്. 7 സീറ്റുകളിൽ 3 സീറ്റുകൾ വരെ BJP-JDU സഖ്യവും 4 സീറ്റുകൾ വരെ കോൺഗ്രസ് RJD സഖ്യവും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല സമസ്തിപൂറാണ്. സമസ്തിപൂരിൽ 10 സീറ്റുകളാണുള്ളത്. 10 സീറ്റുകളിൽ 5 സീറ്റ് വരെ BJP-JDU സഖ്യവും 5 സീറ്റുകൾ വരെ കോൺഗ്രസ് RJD സഖ്യവും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല ശരണാണ്. ശരണിൽ 10 സീറ്റുകളാണുള്ളത്. 10 സീറ്റുകളിൽ 4 സീറ്റുകൾ വരെ BJP-JDU സഖ്യവും 6 സീറ്റുകൾ വരെ കോൺഗ്രസ് RJD സഖ്യവും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല പൂർവ്വ ചമ്പാരനാണ്. പൂർവ്വ ചമ്പാരനിൽ 9 സീറ്റുകളാണുള്ളത്. 9 സീറ്റുകളിൽ 4 സീറ്റുകൾ വരെ BJP-JDU സഖ്യവും 5 സീറ്റുകൾ വരെ കോൺഗ്രസ് RJD സഖ്യവും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല അർവാളാണ്. അർവാളിൽ 2 സീറ്റുകളാണുള്ളത്. 2 സീറ്റുകളിൽ 1 സീറ്റ് BJP-JDU സഖ്യവും 1 സീറ്റ് കോൺഗ്രസ് RJD സഖ്യവും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല മധേപുരയാണ്. മധേപുരയിൽ 4 സീറ്റുകളാണുള്ളത്. 4 സീറ്റുകളിൽ 1 സീറ്റ് BJP-JDU സഖ്യവും 3 സീറ്റുകൾ വരെ കോൺഗ്രസ് RJD സഖ്യവും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല മുസഫർപൂരാണ്. മുസഫർപൂർ ജില്ലയിൽ 11 സീറ്റുകളാണുള്ളത്. 11 സീറ്റുകളിൽ 7 സീറ്റുകൾ വരെ BJP-JDU സഖ്യവും 3 സീറ്റുകൾ വരെ കോൺഗ്രസ് RJD സഖ്യവും 1 സീറ്റ് മറ്റു കക്ഷികളും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല നളന്ദയാണ്. നളന്ദയിൽ 7 സീറ്റുകളാണുള്ളത്. 7 സീറ്റുകളിൽ 4 സീറ്റുകൾ വരെ BJP-JDU സഖ്യവും 3 സീറ്റുകൾ വരെ കോൺഗ്രസ് RJD സഖ്യവും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല ബക്സാറാണ്. ബക്സാറിൽ 4 സീറ്റുകളാണുള്ളത്. 4 സീറ്റുകളിൽ 2 സീറ്റുകൾ വരെ BJP-JDU സഖ്യവും 2 സീറ്റ് വരെ കോൺഗ്രസ് RJD സഖ്യവും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല ഈസ്റ്റ് ചമ്പാരനാണ്. ഈസ്റ്റ് ചമ്പാരനിൽ 12 സീറ്റുകളാണുള്ളത്. 12 സീറ്റുകളിൽ 7 സീറ്റുകൾ വരെ BJP-JDU സഖ്യവും 5 സീറ്റുകൾ വരെ കോൺഗ്രസ് RJD സഖ്യവും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല ഗോപാൽഗഞ്ചാണ്. ഗോപാൽഗഞ്ചിൽ 6 സീറ്റുകളാണുള്ളത്. 6 സീറ്റുകളിൽ 3 സീറ്റ് വരെ BJP-JDU സഖ്യവും 3 സീറ്റുകൾ വരെ കോൺഗ്രസ് RJD സഖ്യവും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല ജഹാനാബാദാണ്. ജഹാനാബാദിൽ 2 സീറ്റുകളാണുള്ളത്. 2 സീറ്റുകളിൽ 1 സീറ്റ് BJP-JDU സഖ്യവും 1 സീറ്റ് കോൺഗ്രസ് RJD സഖ്യവും നേടാനാണ് സാധ്യത. ബീഹാർ നിയമസഭയിലെ ആകെയുള്ള 243 സീറ്റുകളിൽ 105 സീറ്റുകൾ വരെ BJP-JDU സഖ്യവും 125 സീറ്റുകൾ വരെ കോൺഗ്രസ് RJD സഖ്യവും 13 സീറ്റുകൾ വരെ മറ്റു കക്ഷികളും നേടാനാണ്